ഇപ്പോൾ ഉയരം കുറഞ്ഞവരെ, ശാരീരിക ശേഷി കുറഞ്ഞവരെ, ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരെ ഇത്തരത്തിലൊക്കെ ഈ ഭാഷണം വഴി അവഹേളിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ ദർശനം? മര്യാദക്കകത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ തളച്ചില്ലെങ്കിൽ നീ ഇനി പോണ്ടിച്ചേരി കാണൂല. ഇത് വലിയ ശല്യമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിന്റെ നിയമസഭയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ മനോഹരം, ഗംഭീരം. ഇതൊക്കെ എന്ത് സമരമാണോ, പ്രതിഷേധമാണോ? അതോടൊപ്പം തന്നെ അവിടെ നിയമം കയ്യിലെടുത്തുകൊണ്ട് വാച്ചാൻ വാർഡിനെ എല്ലാം ആക്രമിച്ചുകൊണ്ട് നടത്തുന്ന സമരം, ആ സമരം CBI എൻക്വയറി വേണം. ഏത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിൽ CBI എൻക്വയറി വേണം എന്നതാണ് അവരുടെ ആവശ്യം. നിന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ. ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണ്. ഒരു അൾട്രാ റൈറ്റ് പാതയിലേക്ക് നീങ്ങുകയാണോ? ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന പദാവലിക്കുള്ള ന്യായീകരണം എന്താണ്? ബാക്കിയൊക്കെ പിന്നെ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ബാക്കിയൊക്കെ പിന്നെ ഇല്ല. മാതൃഭൂമിയുടെ ചർച്ചയിലെ ഞങ്ങൾ വന്നിരിക്കുന്നത് CPM-ന്റെ വേഷം പറയാനാണ്. ശ്രീ അരുൺ, എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം കേൾക്കാൻ വന്നതല്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അല്ല, എനിക്ക് എന്നാ ഞാൻ ചർച്ചയിൽ നിന്ന് പോകാം. എനിക്ക് എന്റെ പാർട്ടിയുടെ വേർഷൻ പറഞ്ഞ് തുടങ്ങാൻ പറ്റൂ. നിങ്ങൾ പറയുന്നത് മാത്രം പറയാൻ വന്നിരിക്കുന്നല്ല. ഈ കാര്യത്തിലുള്ള ചർച്ചയ്ക്ക് ഞാൻ ഒഴിഞ്ഞേക്കാം. അമ്പട കേമ സണ്ണിക്കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. എന്താ കഥ? ശാരീരികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരെ അവഹേളിക്കുന്നതിൽ പാർട്ടിക്ക് എന്തെങ്കിലും വേർഷൻ ഉണ്ടോ? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ പാർട്ടിക്ക് എന്തെങ്കിലും വേർഷൻ ഉണ്ടോ? അല്ല, ഞാൻ മൈക്ക് ഊരാം, ഞാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാം. നാട്ടുകാർ വിചാരിക്കില്ലേ? പറയുന്ന അതേ ചോദ്യത്തിന് അതേ അച്ചടി ഭാഷയിൽ മറുപടി പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അല്ല, പരിപാടി വേണ്ട. അഭ്യാസം തുടങ്ങിയിട്ട് അല്ല, അരുൺകുമാർ, അങ്ങ് അങ്ങനെ ഇറങ്ങിപ്പോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾക്ക് CPM-ന് ഉത്തരവില്ല എന്ന് ജനം കരുതും. ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഉത്തരം പറയും. പക്ഷെ എനിക്ക് പറഞ്ഞു വരുമ്പോ താങ്കൾ പറയുന്ന അതേ വഴിയിലൂടെ നയിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിക്കുക, അല്ലെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. നിങ്ങൾ ഇഷ്ടമുള്ളവരെ വരുത്തി ചർച്ച എടുത്തിക്കോ. ഞാൻ പറഞ്ഞ വാചകം പൊതുജനങ്ങളിൽ എത്തരുതോ എന്ന് താങ്കൾക്ക് വലിയ ആഗ്രഹമുണ്ടോ? അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ പറയട്ടെ. അത് പറയൂ. കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്. ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ അല്ല, ഒറ്റ മിനിറ്റ്. താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ CPM-ന്റെ വേർഷൻ കേൾക്കാൻ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? CPM-ന്റെ വേർഷൻ താങ്കൾ പറയുന്നില്ല. ചോദ്യം വെച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരീക്ഷയൊന്നുമല്ലല്ലോ. ഉന്നാരോ മോനെ, നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, താങ്കൾ കേൾക്ക്. കോടതി അലക്ഷ്യം നടത്താൻ ഇന്ത്യയിൽ ആദ്യമായി താങ്കൾ കേൾക്കൂ. താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ കേൾക്കൂ. കുറച്ചു നാളായി മാതൃഭൂമി തുടങ്ങിയിട്ട്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല. അതായത് ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ട് ഒരു സമരം. താങ്കൾ പറയാ കോൺഗ്രസിന്റെ സമരം അങ്ങനെയല്ല. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളത്തിന്റെ നഗരഹൃദയത്തിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ വലിയ ഒരു സമരം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും പ്രഖ്യാപിച്ചത് CBI എൻക്വയറി വേണം, ഈ വിഷയത്തിൽ CBI എൻക്വയറി വേണമെന്ന്. ആ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ചെയറിന് നേരെ ആക്ഷേപം, സഭയെ ഒന്നടങ്കം പരിഹസിക്കുന്നു. അതുപോലെ സഭയുടെ ബെല്ല് അനധികൃതമായി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു, ചെയറിന്റെ ഡയസിലേക്ക് കയറുന്നു, അതിക്രമിച്ച് കയറുന്നു, സുരക്ഷാ ജീവനക്കാരെ ആക്രമിക്കുന്നു, വനിതകളെ വരെ ആക്രമിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് താങ്കളുടെ ചോദ്യത്തിന്റെ പ്രശസ്തി. ഇത്രേ ഉള്ളൂ, പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? ഇവിടെ ഒരാളെ അപമാനിക്കുന്ന ആരും ഒന്നും ചെയ്തിട്ടില്ല. അപമാനിക്കുന്ന രീതിയും ആക്ഷേപിക്കുന്ന രീതിയും അതുപോലെ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രിയൊക്കെ വിളിച്ച വാക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ സംസാരത്തിന്റെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോയ ചില വാക്കുകളുണ്ട്. അതൊന്നും ഒരാളെ ആക്ഷേപിക്കുന്നില്ല. കാര്യമില്ലാതെ ഇവര് സമരം ചെയ്യുന്നതാണെന്ന് അങ്ങ് കൂട്ടിക്കോ, വിചാരിച്ചോ. എന്നാലും 8.25 അട്ടി വെച്ചതുപോലെ ഉള്ള ഒരാളാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോ എങ്കിലും നമുക്കറിയാമല്ലോ, അത് സ്വയം വിചാരിക്കണ്ടേ. എന്നിട്ടും നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാച്ചാൻ വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയായോ? അങ്ങനെ ഒരു പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്താമോ? അല്ല, മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസംഗത്തിന്റെ ഭാഗമായി പലരും സൂചിപ്പിക്കാറുണ്ട്, ഇവിടെ വനിതാ വാച്ചാൻ വാർഡിനെയും ചീഫ് വാച്ചാൻ വാർഡിനെയൊക്കെ ചീഫ് മാർഷലിനെല്ലാം തല്ലി കൈയൊടിച്ച് ആശുപത്രിയിൽ ഇട്ടത് കുഴപ്പമില്ല,
ഇവിടെ ഉപയോഗിച്ച വാക്കാണ് കുഴപ്പം. ആ വാക്കൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പല രൂപത്തിൽ ഏറ്റവും നല്ല ഭാഷാ പ്രാധാന്യത്തിന്റെ ഇടയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പോട്ടെ, ഞാനത് വിട്ടു. ഇന്ന് നിങ്ങളുടെ ഒരു MLA PP ചിത്തരഞ്ജൻ പറയുകയാണ്, 2 കൈയില്ലാത്ത ആളിന്റെ ചന്തയിൽ ഉറുമ്പ് കയറിയാൽ എങ്ങനെയെന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം. ഉപമയൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ 2 കൈയും ഇല്ലാത്ത ആളുകളുണ്ട് സാർ. ജന്മന കൈയില്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ കൈകാലുകളില്ലാത്ത ആളുകളുണ്ട്, പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുണ്ട്. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ, അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. ശാരീരികമായ അവസ്ഥകളെ അല്ലെങ്കിൽ രോഗത്തെ ഒക്കെ ഈ തരത്തിൽ രാഷ്ട്രീയമായ ഉപമകളായി ഉപയോഗിക്കുക, ആ ശൈലി എന്നുള്ളത് പലരും പല പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്നത് തന്നെയാണോ അരുൺകുമാറിന്റെ നിലപാട്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിരവധി ഉപമകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? 2 കണ്ണില്ലാത്തവനെ കളിയാക്കുന്നു എന്നൊക്കെ പല രൂപത്തിലും പലരും അവരവരുടെ രീതിയിൽ പറയാറുണ്ട്. അത് ആ ഗൗരവമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. അത് ഓരോരുത്തരുടെയും ഭാഷ, ഓരോ രീതി, ആ കൈകാര്യം ചെയ്യുന്ന വിഷയം അത്തരത്തിൽ ആക്ഷേപഹാസ്യം എന്ന രൂപത്തിലൊക്കെ പലരും ഉപയോഗിക്കാം. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? എല്ലാ സമരവും UDFന്റെ പൊളിഞ്ഞ് പാളിസാകുന്നത് പോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അതെനിക്ക് മനസ്സിലായില്ല. ഇറങ്ങി വരും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വലിയ വിഷയമാവാത്തത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തത്? എനിക്ക് മനസ്സിലായില്ല. ഇവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് എന്താ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറയുന്നത്? ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഏതോ വമ്പന് കൊടുത്തു, എനിക്കറിയാം എന്നതാണ് പറയുന്നത്. ഈ ഹൈക്കോടതി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാമച്ചൻ എന്നാ പറഞ്ഞു വരുന്നേ? ഈ സ്വർണം കൊണ്ടുപോയി മറ്റൊരു വമ്പന് കൊടുത്തു, അത് എനിക്കറിയാം, അത് ഇന്നയാള് പറയണമെന്നാ പറയുന്നത്. എന്നാൽ ഇത് അറിയാമെങ്കിൽ അത് ഈ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ, ഇന്നയാൾക്കാണ് കൊടുത്തത്, ഇന്നയാളാണ് കൊണ്ടുപോയത്, ഈ അന്വേഷണത്തെ സഹായിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എനിക്കറിയാം എന്ന് അദ്ദേഹം പറയണ്ടേ? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, സോണിയാഗാന്ധിക്ക് അടുത്ത് പോയി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു, വലിയ പൊതി കൊടുക്കുന്നു, താഴെ ഒരു ചാക്കിരിക്കുന്നു, ഇപ്പുറത്തൊരു സഞ്ചി ഇരിക്കുന്നു. അതുപോലെ തന്നെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന് കൊണ്ടുപോയി ഒരു പൊതി കൊടുക്കുന്നു, 2 പൊതി അടുത്തിരിക്കുന്നു. ഈ പടങ്ങളൊക്കെ കണ്ടതാ. ഇങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാൻ ബുദ്ധിജീവിയൊന്നല്ല. നീ കാര്യം പറ. അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ് എന്ന് ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവാണ്. ഈ അന്വേഷണം പാടില്ല, CBI വന്നം. 4 കാര്യങ്ങളിൽ ഇവിടെ സ്പഷ്ടത വേണം. എങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി? ഇതുകൊണ്ട് മാനുവലിന് വിരുദ്ധമായി ചെന്നൈക്ക് ഇത് കൊണ്ടുപോയി. ഒരു വ്യക്തി 39 ദിവസം കൈവശം വെക്കാൻ പറ്റിയ സാഹചര്യം എങ്ങനെയുണ്ടായി? ഇത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? 4 കാര്യവും പ്രസക്തമായ കാര്യങ്ങളാണ്. പക്ഷെ അതിലിപ്പോ നമുക്കാർക്കും ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ നിയോഗിച്ച പത്തനംതിട്ടയിലെ നിങ്ങളുടെ പ്രമുഖ നേതാവായ പത്മകുമാറാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, നിങ്ങൾ നിയോഗിച്ച അംഗങ്ങളാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടിരുന്ന ആളുകൾ, നിങ്ങളാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത്, ഭരിച്ചത്, കടകംപള്ളി സുരേന്ദ്രനാണെന്ന് ദേവസ്വം മന്ത്രി. ഇതൊന്നും നാട്ടുകാർക്ക് ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല. എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല.